ആന്റോ ആന്റണിക്കെതിരെ പുതിയൊരു ആരോപണം ഉയർന്നു വന്നിരിക്കുക. അതായത് നെടുമ്പറമ്പ് ഫിനാൻസ്, തിരുവല്ലയിലെ നെടുമ്പറമ്പ് ഫിനാൻസിന്റെ ഉടമ പറഞ്ഞേക്കുന്നു 2.5 കോടി രൂപ പുള്ളി, അതായത് ആന്റോ ആന്റണി തെരഞ്ഞെടുപ്പ് സമയത്ത് വാങ്ങിയിട്ട് അതിലെന്തോ 20 ലക്ഷം രൂപ മാത്രമേ തിരിച്ചടച്ചിട്ടുള്ളൂ. അപ്പം ബാക്കി പൈസ 7 വർഷമായിട്ടും ഇതുവരെ തിരിച്ചടവ് ചെന്നിട്ടില്ല എന്നുള്ള ഒരു ആരോപണം വരുന്നു. അതായത് ഇത്രയും കാലം ഈ നെടുമ്പറമ്പ് ഫിനാൻസിൽ തന്ത്രിക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നെന്നും തന്ത്രിയുടെ പൈസ ആന്റോ ആന്റണി പിരിച്ചു എന്നുള്ള, അല്ലെ ആന്റോ ആന്റണി കൈപ്പറ്റി എന്നായിരുന്നു നമ്മൾ കേട്ടിരുന്നതും അറിഞ്ഞിരുന്നതും ഒക്കെ. പക്ഷെ ഇപ്പോൾ അതിനെയൊക്കെ അപ്പാടെ മാറ്റിക്കൊണ്ട് തന്ത്രിക്ക് അവിടെ അങ്ങനെ ഒരു അക്കൗണ്ടേ ഇല്ല എന്നാണ് ഈ ഫിനാൻസിന്റെ ഓണർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നാലും ആന്റോ ആന്റണിക്കെതിരെ ഒരു ആരോപണം പുറത്തോട്ട് വന്നിട്ടുമുണ്ട്. എന്താണ് പറയാനുള്ളത്? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ പല ആസ്പെക്റ്റിൽ കാണേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇതിനകത്ത് ഒരു കള്ളക്കളി നടക്കുന്നുണ്ടോ? കാര്യം കുറെ കാലമായി ഈ നെടുമ്പറമ്പിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ട് വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 2 ആഴ്ച കാലത്തിന് മേലെയായെന്ന് തോന്നുന്നു. എന്നിട്ട് ഇതുവരെയായി നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഉടമയായ എം രാജു എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ മാധ്യമങ്ങളുടെ മുന്നിൽ ഹാജരായിട്ടേ ഇല്ല. എന്നിട്ട് ഇപ്പോഴാണ് അദ്ദേഹം വന്നിട്ട് പറയുന്നത്. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട, എൻ്റെ ഒരു തോന്നലാണ്, ഇനി അതിനകത്ത് യാഥാർത്ഥ്യമുണ്ടോ എന്നറിയില്ല, കോൺഗ്രസിനെതിരായിട്ട് ഒരു ചരട് വലികൾ നടക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനെതിരായി ഒരു അന്വേഷണത്തിന്റെ ഒരു ഘട്ടം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് അദ്ദേഹം ജയിലിലൊക്കെ ആയിരുന്നു, ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ജയിലിലായിരുന്നു. പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം പിന്നീട് ബാംഗ്ലൂർ ഏതോ ഒരു ബന്ധുവിന്റെ വീട്ടിലോ അങ്ങനെ സുഹൃത്തിന്റെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അങ്ങനെയൊക്കെ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുവരെയായി പുറത്തേക്ക് വരാത്ത ഒരാൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന്, അതും നമുക്കറിയാം അടൂർ പ്രകാശിനെ പോലെ ഒരാൾ പെട്ടെന്ന് SIT തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന അതേ സാഹചര്യത്തിൽ പെട്ടെന്ന് ഇയാളുടെ ഒരു ഇതിനെ വെളുപ്പിക്കലായിട്ടാണ് എനിക്ക് തോന്നിയത്. തന്ത്രിക്കെതിരായി ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായ സമയത്ത് ഇത് തന്ത്രിയുടെ 2.5 കോടി രൂപ നിക്ഷേപിച്ചു എന്നുള്ളത് ഈ EDയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന SITയോ വന്നിട്ട് ആകാശത്തുനിന്നും അന്തരീക്ഷത്തിൽ നിന്നും ഉണ്ടാക്കിയെടുത്തൊരു കാര്യമൊന്നുമല്ല. അവിടെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇദ്ദേഹം ഈ പറയുന്ന എം രാജു തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ ഈ തെളിവുണ്ടോ, ഏത് കാലത്ത് നിക്ഷേപിച്ചു, അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തന്ത്രിക്ക് അവിടെ തുക, അല്ലെങ്കിൽ തന്ത്രിക്ക് അവിടെ നിക്ഷേപം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം SIT പുറത്തേക്ക് വിട്ടത്. അല്ല അന്തരീക്ഷത്തിൽ നിന്ന് വായുവിൽ നിന്ന് ഉണ്ടാക്കിയൊന്നുമല്ല. അപ്പൊ പിന്നെ എന്തായിരുന്നു എം രാജുവിന്റെ ഈ പത്രസമ്മേളനത്തിന് പിന്നിലുണ്ടായിരുന്നത്? പിന്നെ ഇവിടുന്ന് 2.5 കോടി രൂപ ഈ തുക ആന്റോ ആന്റണിയുടെ കയ്യിലേക്ക് എത്തി എന്ന് പറയുന്നു. ആന്റോ ആന്റണിയുടെ കയ്യിലേക്ക് എത്തിയ തുക എങ്ങനെ വന്നു, ആ 2 കോടി എങ്ങനെയാണ്? അപ്പൊ പറയുന്നതാണ്, ഈ 2 കോടി രൂപ ആന്റോ ആന്റണി ഇവിടെ നിന്നും, ആന്റോ ആന്റണിയുടെ ഭാര്യ മിക്കപ്പോഴും അദ്ദേഹത്തിന്റെ തിരുവല്ലയിലുള്ള ആ കമ്പനിയുടെ ഈ പറയുന്ന ചിട്ടി കമ്പനിയുടെ ഓഫീസിലേക്ക് സ്ഥിരമായി വരുമായിരുന്നുവെന്നും അങ്ങനെ 2 കോടി രൂപ വായ്പയായി വാങ്ങിയെന്നും അതിൽ 20 ലക്ഷം രൂപ തിരിച്ചടച്ചു എന്നാണ് പറയുന്നത്. അപ്പോഴും നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ 2 കോടി രൂപ അപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്നും ഇയാൾ കമ്പനിയിൽ നിന്നും വായ്പയായിട്ട് കടമായി കൊടുത്തതാണ്, അല്ലാതെ ഈ പറയുന്ന തന്ത്രിയുടെ പണത്തിൽ നിന്നും എടുത്തല്ല കൊടുത്തത് എന്ന് വരുന്നു. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? തന്ത്രി ശുദ്ധനായി. ആന്റോ ആന്റണിയും തന്ത്രിയും തമ്മിൽ വലിയ ഇടപാടുകളൊന്നും നടന്നിട്ടില്ല. ഇനിയിപ്പോ ആന്റോ ആന്റണി വന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് വേണമെങ്കിൽ ആന്റോ ആന്റണിക്ക് പറയാം. അതൊക്കെ ഒരു വല്ലാത്ത കള്ളക്കഥയാണെന്നും അയാൾ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര രൂപ കൊടുക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ പറയാൻ വന്നത് അത്രയും തുക ഞാൻ വാങ്ങിയിട്ടില്ല, അത് ഞാൻ തിരിച്ചടച്ചു, എൻ്റെ കൂടിയ പങ്ക് ഞാൻ തിരിച്ചടച്ചു കഴിഞ്ഞു എന്നുമായിരിക്കും ആന്റോ ആന്റണി സ്വയം വിളിപ്പിക്കാൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു, ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു ഈ എം രാജു. അതായത് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് എമ്മിന്റെയോ മറ്റോ നേതാവായിരുന്നു അദ്ദേഹം. അപ്പം അതിനുശേഷമാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ചില വെളുപ്പിക്കലുകൾ നടക്കുന്നുണ്ട്. കാര്യം പിന്നെ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, തന്ത്രിക്ക് ജാമ്യം കൊടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് SIT ഇവിടെ കൊല്ലം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നു. അയാൾക്ക് പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ വന്ന് പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങൾ അങ്ങോട്ട് വ്യക്തമാക്കുമ്പോൾ ചില സംശയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കാരണം ഈ പറയുന്ന തന്ത്രിയുടെ പേര് ശരിക്കും നമ്മൾ ഇന്ന് രാവിലെ ഒരു ചർച്ച നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു, തന്ത്രിയുടെ പേര് എവിടെയും എത്താതിരിക്കാൻ, അല്ലെങ്കിൽ തന്ത്രിയുടെ പേരിൽ എവിടെയും തൊടാതിരിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്.
വലിയ ശ്രമം നടക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇനി ഒരു അന്വേഷണം എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകും. അതായത് നെടുമ്പറമ്പ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടും ആന്റോ ആന്റണി പണം കൈപ്പറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഉണ്ടാവും. അപ്പം ആ ഒരു അന്വേഷണത്തിലോട്ട് എത്തുമ്പം അവിടെ തന്ത്രിയെ എങ്ങനെയെങ്കിലും ഊരിക്കൊണ്ടുവരണം. ഇപ്പൊ ഒരു എലക്ഷൻ, ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരാള് വായ്പ എടുക്കുന്നത് അതൊരു സ്വാഭാവികമായ പ്രോസസ്സ്. അതിനകത്ത് അങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കലും തന്ത്രിയും ആന്റോ ആന്റണിയും തമ്മിൽ അവിടെ ബന്ധമില്ല. അവിടെയുള്ള ആ ബന്ധം അങ്ങ് അവസാനിക്കുന്നു, അതവിടെ തീരുന്നു. അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്ത് സംഭവം പോവില്ല. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഒരു സാധാരണ മനുഷ്യർക്കായാലും സംശയിക്കാമല്ലോ, ഇപ്പൊ എന്താ ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം എന്താണ് ഇങ്ങനെയായിരുന്നു പത്രസമ്മേളനം വരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം പറയുന്നു തന്ത്രിക്ക് ഇവിടെ അങ്ങനെ ഒരു അക്കൗണ്ടേ ഇല്ല, തന്ത്രി ഇവിടെ പണം നിക്ഷേപിച്ചിട്ടേ ഇല്ല. ഇത്രയും ദിവസം മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയപ്പം ഒരു കോൺഗ്രസ് നേതാവോ ആന്റോ ആന്റണിയോ ഒന്നും ഇതിനെക്കുറിച്ച് യാതൊരു പരാമർശവും നടത്തിയിട്ടുമില്ല. ഇന്നെങ്ങനെ അത് വന്നു? അതാണ് നമ്മള് ശരിയാ, ഞാൻ ഈ പറഞ്ഞ കാര്യം ശരി. ഏകദേശം 44 കോടി രൂപയുടെ സ്വത്തുക്കൾ ഈ നെടുമ്പറമ്പിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ഇഡി കണ്ടുകെട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ നടന്ന കാര്യം, ഇവിടെ ആന്റോ ആന്റണിയുടെ ഒരു വെർഷൻ ഉണ്ട്. ആന്റോ ആന്റണി പറയുന്ന ഒരു വെർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് പണം ഞാൻ വാങ്ങി എന്നുള്ളത് ശരിയാണ്. അപ്പം പണം കൊടുത്തു, വായ്പയായിട്ടല്ല. സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ പല സംഘടനകളും ബിസിനസ്മാന്മാരും രാഷ്ട്രീയക്കാരെ സഹായിക്കാറുണ്ട്. ഇത്ര കോടി രൂപ അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ വീതം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമായിട്ട് സമ്പന്നരായിട്ടുള്ള വ്യവസായികൾ കൊടുക്കാറുണ്ട്. ഇതാണ് അതിന്റെ ഒരു രീതി. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പൈസ വാങ്ങിയിട്ടില്ല എന്നല്ല പുള്ളി പറഞ്ഞത്. ആന്റോ ആന്റണി പറയുന്നതാണ്, ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട്. വാങ്ങി പൈസ എങ്ങനെയാണ് വാങ്ങിയത്? തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ വായ്പ കടം മേടിച്ചൊന്നും അല്ല. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ തൽക്കാലം ആ പണം ഇങ്ങോട്ട് എനിക്ക് ഇത്ര രൂപ വേണം, എനിക്ക് സംഭാവനയായി തരാമോ എന്ന് ചോദിച്ചു. ആ 2 കോടി രൂപ ഈ നെടുമ്പറമ്പിൽ ഫിനാൻസുകാർ കൊടുത്തു. തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്കകത്തോട്ട് ഒരു പാർട്ടിയുടേതായ ഒരു ആന്റോ ആന്റണി മാത്രമായിട്ട്, അതും പത്തനംതിട്ടയല്ലേ, പത്തനംതിട്ട എം പി ആയിട്ട് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് പത്തനംതിട്ടയിൽ നിലനിൽക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പണം കൊടുത്തു. സ്വാഭാവികമാണ്. കാര്യം ഈ പറഞ്ഞ ഇഡി റെയ്ഡ് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ അകത്ത് കയറി കളിക്കാൻ വരത്തില്ല എന്ന് കരുതിയിട്ട് കൊടുത്തു. അപ്പൊ അത് ഞാൻ വാങ്ങിക്കുകയും ചെയ്തു. അല്ലാതെ ഈ പറയുന്ന പോലെ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പണമായിരുന്നില്ല അത് എന്നുള്ള നിലയിൽ തന്നെയാണ് ആന്റോ ആന്റണിയുടെ വെർഷൻ. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അതായത് യാതൊരു രേഖകളും ഇല്ല ആന്റോ ആന്റണിക്ക് ഇങ്ങനെ പൈസ കൊടുത്തു എന്നുള്ളതിന്. അതായത് ഇപ്പൊ ഈ പറയുന്ന പൈസ, അതായത് ഞാൻ ഇലക്ഷൻ സമയത്ത് കൊടുത്ത പൈസക്ക് യാതൊരു ഈടും ഇല്ല. അതും പറയുന്നുണ്ട്, ഈ ഉടമ പറയുന്നുണ്ട്, ഫിനാൻസിന്റെ ഉടമ അതും പറയുന്നുണ്ട്. അതെ. അപ്പൊ അങ്ങനെ പുള്ളി തിരിച്ചു പറയുന്നതായിരുന്നു, ഞാൻ 20 ലക്ഷം രൂപ 10 ലക്ഷം രൂപ വെച്ച് 2 തവണയായിട്ട് തിരിച്ചു. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പറയുന്നത് സംഭാവനയായിട്ട് തന്ന പൈസ എങ്ങനെയാണ് ആന്റോ ആന്റണി തിരിച്ചു കൊടുക്കുന്നത്? ഇയാള് പറയുന്നത്, രാജു പറയുന്ന ഒരു കാര്യം, ഞാൻ പണം കൊടുക്കുമ്പോൾ ഒരാഴ്ചത്തെ ഇടവേളയ്ക്കാണ് പൈസ കടം ചോദിച്ചത്. എങ്ങനെയാണ് ഈ ഒരാഴ്ചക്കകത്ത് ആന്റോ ആന്റണിക്ക് 2 കോടി രൂപ ഉണ്ടാക്കാൻ കഴിയുക? നമ്മൾ എന്തുകൊണ്ടാണ് ആലോചിക്കാത്തത്? എന്തുകൊണ്ട് 2 കോടി രൂപ ഉണ്ടാക്കാൻ കഴിയും? എങ്ങനെ 2 കോടി രൂപ ആന്റോ ആന്റണി ഉണ്ടാക്കും? ഒരു തെരഞ്ഞെടുപ്പ് കഴിയണം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിക്കണം, വിജയിച്ച് എവിടെന്നെങ്കിലും ഫണ്ട് വരാനുണ്ട്, അല്ലെങ്കിൽ ലോൺ എടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ എടുത്തിട്ട് വേണ്ട ഈ പൈസ തിരിച്ചടയ്ക്കാൻ. അപ്പം രാജു പറയുന്നതനുസരിച്ച് ഒരിക്കലും വായ്പയായിട്ടല്ല കൊടുത്തത്, അല്ലാതെയാണ് കൊടുത്തത്. എന്തുകൊണ്ടാണ് തന്ത്രിയെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യം ഇപ്പോഴുണ്ടായത്? തന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യണം. തന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിലൂടെ ഇപ്പൊ ആന്റോ ആന്റണി നിഷേധിച്ചിരുന്നെങ്കിൽ, എനിക്ക് പണം തന്നില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചിരുന്നെങ്കിൽ ആന്റോ ആന്റണി അവിടെ ഭയങ്കര ക്ലീൻ ഇമേജുകാരനായി മാറിയാണ്. ഇവിടെ പണം ഞാൻ വാങ്ങിച്ചത് ഇങ്ങനെയാണ്, ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നാ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. എന്ന് വെച്ചാൽ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്. ആന്റോ ആന്റണിയും ഈ പറയുന്ന ഈ നെടുമ്പറമ്പിൽ ഫിനാൻസുമായിട്ട് കൃത്യമായ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്. എന്നാൽ ഈ 2 കോടി രൂപ എവിടെ നിന്ന് വന്നു എന്നുള്ളതിന് യാതൊരു തെളിവില്ല. അതായത് എന്തുകൊണ്ടാണ് ഇയാളെ വെള്ളപൂശേണ്ട ഒരു ആവശ്യം? ഈ പണം പോയതിനെതിരായിട്ട് തന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല. തന്ത്രി ഇതുവരെ പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ തന്ത്രിയുടെ 1 രൂപ പോലും നെടുമ്പറമ്പിൽ ഫിനാൻസ് വഴി നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഇതുവരെ പുറം ലോകത്ത്, അതായത് നിയമപരമായി ചിന്തിക്കുമ്പോൾ പോയിട്ടില്ല, അല്ലേ? അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഈ നെടുമ്പറമ്പിൽ ഫിനാൻസിനോട് അത്രയൊരു ഉദാര മനസ്കത കാണിച്ച തന്ത്രിയെ ഇപ്പൊ തൽക്കാലം വിളിപ്പിച്ചെടുത്തല്ലേ പറ്റും. അപ്പൊ തന്ത്രി ഞങ്ങൾക്ക് പൈസയൊന്നും തന്നിട്ടില്ല. ഇവിടെയാണ് അതിന്റെ ഒരു പോയിന്റ് കിടക്കുന്നത്. ഇനി ആന്റോ ആന്റണി കൊടുത്തത്, ആന്റോ ആന്റണിക്ക് ആ പൈസ കൊടുത്തത് തന്ത്രി കൊടുക്കാൻ പറഞ്ഞു കൊടുത്തതല്ല, പകരം
ആന്റോ ആന്റണി തെരഞ്ഞെടുപ്പ് സമയത്ത് ആ പൈസ വന്ന് കടമായി വാങ്ങിച്ചുകൊണ്ട് പോയി. ഇതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ പോയിന്റ്. അതാണ് തന്ത്രിയുടെ പണം കൊടുക്കാൻ വേണ്ടിയിട്ട് മീഡിയേറ്റർ ആയിട്ടല്ല ഞാൻ പ്രവർത്തിച്ചത്. പകരം അയാൾക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ 2 കോടി രൂപ കൊടുത്തു. അപ്പൊ കുറച്ചുകൂടെ ഒരു വിവാദത്തിലേക്ക് പോട്ടെ എന്ന് കരുതിയിട്ട്. ഇപ്പൊ നാളെ ഇയാൾ പറയുന്നത് എനിക്ക് സംഭാവനയായിട്ട് തന്നതെന്ന് ആന്റോ ആന്റണി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നാളെ ഈ പറഞ്ഞ രാജു ഇതിലേക്ക് പറയും, അല്ല ഞാൻ കൊടുത്തു, എനിക്ക് 10 ലക്ഷം രൂപ വീതമുള്ള 2 തവണകളായിട്ടാണ് ആ പണം തിരിച്ച് 20 ലക്ഷം രൂപ തന്നത്, ഇനി ബാക്കി പൈസ എനിക്ക് തരാനുണ്ട് എന്ന് നാളെ വീണ്ടും രാജു പത്രസമ്മേളനം നടത്തും. ഇതിങ്ങനെ ഒരു തർക്കം പോലെ കിടക്കും. അപ്പൊ ഇതിനകത്ത് വ്യക്തമായ തെളിവുകളില്ല, വ്യക്തമായ യാതൊന്നും ഇതിനകത്ത് നമുക്ക് അവകാശപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായി പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മാന്യമായി വെളുപ്പിച്ചെടുത്തു എന്ന് പറയുന്നതായിരിക്കും ഈ പത്രസമ്മേളനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആന്റോ ആന്റണി ഒരു വലിയ അഴിമതിക്കാരനാണെന്ന് അതിനകത്ത് ഈ അർത്ഥമില്ല. എന്തിനാണ് 2 കോടി രൂപ? തെരഞ്ഞെടുപ്പ് ഡീൽ ചെയ്യാൻ വേണ്ടി. സാധാരണഗതിയിൽ 5-10 കോടി രൂപ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഓരോ സ്ഥാനാർത്ഥികളും ചെലവിടാറുണ്ട്, അതും MP ആയിട്ടൊക്കെ മത്സരിക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ തന്റെ ഈ കാശില്ലാത്തപ്പം ഒരു ഫിനാൻസിയറെ സമീപിച്ചു, അയാൾ പൈസ തന്നെ സഹായിച്ചു, അല്ലെങ്കിൽ സംഭാവനയായി ഞാൻ വാങ്ങി. അപ്പം അയാളും പറയുന്നത് എന്താ, ഇങ്ങനെ ആന്റോ ആന്റണി വന്നിരുന്നു, ആന്റോ ആന്റണി വന്നപ്പോൾ ഞാൻ പൈസ കൊടുത്തു. അതിന് അദ്ദേഹം ബലപ്പെടാൻ വേണ്ടി പറയുന്ന അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായിട്ട് പോലും ഞങ്ങൾ അടുപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി പലപ്പോഴായി എന്റെ ഓഫീസിൽ എന്നെ കാണാനായി വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അത്ര ഒരു കുടുംബപരമായി പോലും ഞങ്ങൾ തമ്മിൽ അടുപ്പം ഉണ്ടായിട്ടാണ് വായ്പയായി ഞാൻ ഇത്ര 2 കോടി രൂപ നൽകിയത് എന്ന് പോലും പറയുന്ന തരത്തിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു വാർത്താ സമ്മേളനമാണ് എന്ന് മാത്രമാണ് എനിക്ക് കരുതി തോന്നുന്നത്. അല്ലാതെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും എന്താ പറയാ ഇടപാട് നടന്നിട്ടില്ല എന്നുള്ള വിശ്വാസം നമുക്ക് പാടില്ല. ഇടപാട് നടന്നിട്ടുണ്ട്. തന്ത്രിയുടെ 2.5 കോടി രൂപ ഈ പറയുന്ന കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട്. സമ്മതിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞാനൊരു ധനകാര്യ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടയ്ക്ക് ഒരാൾ കൊണ്ടുവന്നിട്ട് പറയട്ടെ, പുറം ലോകം അറിയരുത്, എൻ്റെ കയ്യിൽ ഒരു 5 കോടി രൂപ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ തുകയുണ്ട്, അത് ഞാൻ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, നീ അതിട്ട് എന്താ വെച്ചാൽ ചെയ്തു. ആ 5 കോടി രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ധനകാര്യ സ്ഥാപനത്തിലേക്ക് വരുന്നു, ഞാൻ പുറത്ത് പറയുമോ? ആ തന്ന ആളിനോട് ഞാൻ വിശ്വാസ്യത പുലർത്തണം. അങ്ങനെ പല ഇപ്പൊ സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? വളരെ സേഫർ ദാൻ സേഫസ്റ്റ് എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന പോലെ അത്രത്തോളം സേഫ് ആയിട്ട് കിടക്കുന്ന അക്കൗണ്ടാ. ആരാണ് എന്താണ് ഒന്നും അറിയില്ല. ഇതുപോലെ ഹവാല ഇടപാടുകൾ, അവിടെ അയക്കുന്നവന്റെ ഇവിടെ കൊടുക്കുന്നവരും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല എന്ന് പറയുന്ന പോലെയാണ് ഈ രീതിയിലുള്ള ഇടപാടുകൾ നടന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ തന്ത്രി 2.5 കോടി രൂപ എനിക്ക് നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഈ രാജു വന്നിട്ട് പറയുമോ? എപ്പോഴെങ്കിലും പറയൂ? ഇല്ല. വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ വിശ്വാസം ഇയാൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ഇപ്പോഴെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തിയില്ലെങ്കിൽ പെടും. കാര്യം എന്താ? തന്ത്രിക്കെതിരെ 2.5 കോടിയുടെ ആരോപണം നിൽക്കുന്നു, അയാൾ പോലീസ് കേസ് പോലും കൊടുത്തിട്ടില്ല. അപ്പൊ ഇത് പറഞ്ഞേ പറ്റൂ. ഇനി ആന്റോ ആന്റണിയെ കണക്ട് ചെയ്തുകൊണ്ട് വരുന്നു, ഇവിടെ ഇട്ടിരുന്ന പൈസ ആന്റോ ആന്റണി കൊണ്ടുപോയി എന്ന് പറയുന്നു, അതുകൊണ്ടാണ് ആന്റോ ആന്റണി അതിനകത്ത് കണക്ട് ചെയ്ത്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കള്ളക്കളി കളിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഇതിനകത്ത് എന്ന് വെച്ചാൽ ഇത് വീണ്ടും ജനങ്ങളെ പൊട്ടന്മാരാക്കുക എന്നുള്ളതാണ്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഞാൻ എങ്ങനെയും ചെയ്തിട്ടില്ല, തന്ത്രിക്ക് യാതൊരു പങ്കുമില്ല. ആന്റോ ആന്റണി മോഷണ മുതലിന് പൊക്കിയിട്ടുമില്ല. ഇതാണ് കാര്യം. സിമ്പിൾ ആണ് ഇതിനകത്ത് കാര്യം. തന്ത്രി കട്ടതിന്റെ ഒരു പങ്ക് തന്ത്രിക്ക് കിട്ടിയിട്ടില്ല, ആ പങ്ക് വെച്ചിട്ട് ആന്റോ ആന്റണി സെറ്റിൽ ചെയ്തിട്ടുമില്ല. ഇത്രയും കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന് കരുതിയിട്ട് തന്നെ നടത്തിയ ഒരു വലിയൊരു ഡ്രമാറ്റിക് മൂവ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞ ഈ രാജുവിന്റെ പത്രസമ്മേളനം നമുക്ക് മാത്രം കാണാൻ കഴിയും.